ഹായ് ഓൾ, എല്ലാവർക്കും അമെൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് പൊട്ടിച്ചിട്ടുള്ളൊരു കോഫി പൗഡറിൻ്റെ പാക്കറ്റാണ്. ഇതുപോലെയുള്ള മസാല പൗഡറുകളൊക്കെ പൊട്ടിച്ച് നമ്മൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ട പിടിച്ച് കേടാവുകയോ അതല്ലെങ്കിൽ അതിനുള്ളിലേക്ക് പ്രാണികളൊക്കെ കയറിയിട്ട് കേടുവരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ നമ്മൾ പൊട്ടിച്ചെടുത്ത പാക്കറ്റ് വളരെ കീപ്പായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ഞാൻ കാണിക്കുന്നത്. പൊട്ടിച്ചിട്ടുള്ള ഭാഗം ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വശം ഉണ്ടല്ലോ ലൈറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരുക്കി കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒരുക്കി കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, വീണ്ടും ഉരുക്കി കൊടുക്കുക. ഇതേപോലെ തന്നെ നമ്മൾ 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം നല്ല പോലെ ക്ലോസ് ആയിട്ട് കിട്ടും. ഏത് പാക്കറ്റ് ആയാലും ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനത് 1-2 തവണ ഇതേപോലെ ലൈറ്റർ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഭാഗം കൂടി എനിക്ക് ക്ലോസ് ആയിട്ട് കിട്ടാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാട്ടോ ഞാൻ ഇതേപോലെ ചെയ്തിട്ട് വീണ്ടും ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞാനിത് കുടയുന്ന സമയത്ത് ഒട്ടും കോഫി പൗഡർ അതിലേക്ക് വീഴുന്നില്ല. നല്ല പോലെ തന്നെ എനിക്കത് ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പാക്കറ്റുകളൊക്കെ ഇനി പൊട്ടിച്ച് കീപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് തന്നെയാണ്. ഇനി നമ്മുടെ മക്കൾക്ക് പെട്ടെന്ന് ജലദോഷമോ കാര്യങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ. മക്കൾ കുളിച്ച് കഴിഞ്ഞ് വന്നാൽ ഉടനെ അവരുടെ മൂർത്താവിൽ അല്പം പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് മൂർത്താവിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഈ ഒരു ടോക്കൺ പൗഡർ നല്ലപോലെ വലിച്ചെടുക്കുകയും ചെയ്യും. പെട്ടെന്നൊന്നും ജലദോഷം വരികയില്ല. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. അലമാരയിലൊക്കെ ഡ്രസ്സ് തെങ്ങിയിട്ട് സ്ഥലമില്ലാതെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. അത് 0 കോസ്റ്റിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് കാണിക്കുന്നത്. ഷാളുകൾ, മക്കളുടെ കർച്ചീഫ്, സോക്സ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐഡിയ ആണ്. ഞാൻ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ കവർ ഇതുപോലെ ചെറിയ റിങ്ങുകളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് വേണമെങ്കിൽ പുറം മറിച്ചെടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലെയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നൂലാണ്. ഇതുപോലെയുള്ള നൂലും ഒഴിഞ്ഞ ടൂത്ത് പേസ്റ്റിൻ്റെ കവറും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പാണിത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു ടിപ്പിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ ഒരു കയറിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ നൂലിൻ്റെ 2 എഡ്ജും ഒന്ന് തുല്യമാക്കി പിടിച്ചതിന് ശേഷം സെൻറ്റർ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു പേന അതല്ലെങ്കിൽ PVC പൈപ്പാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ PVC പൈപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു പേനയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ പൈപ്പിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ ഒന്നുകൂടെ വീതിയൊക്കെ കിട്ടും. അപ്പോൾ ഞാനിതൊരു പേനയാണ്. ആ പേനയുടെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഞാനൊന്ന് ഊരി മാറ്റുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഷാൾ ഇടാനായിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെറുത് മതി. എന്നിട്ട് അതിൻ്റെ ഒരു എഡ്ജ് ഉണ്ടല്ലോ ഇതുപോലെ ഇങ്ങോട്ടൊന്ന് കോർത്തെടുക്കുക. മറ്റേ എഡ്ജ് നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ടും കോർത്തെടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 2 എഡ്ജും ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് കോർത്തെടുക്കേണ്ടത്. അതിനുശേഷം ഈ ഒരു നൂലിൻ്റെ 2 എഡ്ജും തുല്യമായി വരുന്ന വിധത്തിൽ സെൻറ്റർ ഒന്ന് പിടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതാ 2ാമത്തെ എഡ്ജ് നേരെ ഓപ്പോസിറ്റിലേക്ക് ഇതേപോലെ ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട്. 2 സൈഡും ഞാൻ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 2 എഡ്ജും പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കത് മുകളിലോട്ട് നീങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഒരു രീതിയിലാണ് ഞാനിത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത്ര അകലത്തിലാണ് ഞാൻ പേന വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒന്ന് എടുത്തിട്ടുള്ളത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പേസ്റ്റിൻ്റെ ഓരോ റിങ്ങും തുല്യ അകലത്തിൽ 2 സൈഡിലും ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് കെട്ടിയതിന് ശേഷം അതേ അളവ് തന്നെ ഓപ്പോസിറ്റ് സൈഡിലും കെട്ടാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് ബാലൻസ് ചെയ്ത് ഷാളൊക്കെ തൂക്കിയിടാനായിട്ട് കിട്ടുള്ളൂ കേട്ടോ. 2 സൈഡിലും ഓരോ റിങ് ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള റിങ്സും തുല്യ അകലത്തിൽ തുല്യ ലെങ്ത്തിൽ തന്നെ ഞാൻ 2 സൈഡിലായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ ഇതും. എന്നിട്ട് നമ്മൾ ആ പേസ്റ്റിൻ്റെ റിങ്ങിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത് കടലാസ് പെൻസിലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ PVC പൈപ്പിൻ്റെ ചെറിയ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം.
അപ്പോൾ ഞാനിതത് ഹോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ റിങ്ങിൻ്റെ ഉള്ളിൽ ഞാൻ പെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നല്ല സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ PVC പൈപ്പിൻ്റെ ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പെൻസിൽ രണ്ട് വശത്തേക്കും തള്ളി നിൽക്കുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഷാളായതുകൊണ്ട് നമുക്ക് എത്ര കട്ടി കുറച്ചായാലും വീതി കുറച്ചായാലും നമുക്ക് മടക്കി എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനിത് ഒരു ഷാള് അതിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഷാളും ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 3 എണ്ണം സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഫ്ലെക്സ് കിക്കൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനത് ചെയ്തിട്ടില്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അതാ കണ്ടില്ലേ, 3 ഷാളാണ് ഞാൻ ഈ ഒരൊറ്റ ഇതിലായിട്ട് ഹാങ് ചെയ്തിട്ടിട്ടുള്ളത്. എല്ലാവർക്കും ഒരുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഇതേപോലെ മക്കളുടെ കർച്ചീഫ് സോക്സുകളൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.